ആദ്യം കസ്റ്റംസ്, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഭൂട്ടാൻ കാർ കടത്ത് കേസിൽ സൂപ്പർ താരങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലും കേന്ദ്ര ഏജൻസികൾ കയറിയിറങ്ങുകയാണ്. അങ്ങനെ രാജുവേട്ടനും ദുൽഖറിനും പണി കിട്ടി. കസ്റ്റംസിന് പിന്നാലെ ഇഡിയുടെയും റെയ്ഡ്. ദുൽഖറിന്റെയും പൃഥ്വിയുടെയും അമിതിന്റെയും വീടുകളിൽ കേന്ദ്ര ഏജൻസികൾ കയറിയിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ദുൽഖറിന്റെ 3 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തത്. എന്നാൽ കാറുകൾ തനിക്ക് വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പിടിച്ചെടുത്ത കാറുകൾ കസ്റ്റംസ് ഹൈക്കോടതിയോട് തെളിവ് നികത്താൻ ആവശ്യപ്പെട്ടു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് പെട്ടെന്നുണ്ടായത്. രാവിലെ 7 മണിയോടെ ദുൽഖറിന്റെ കടവന്തറ വീട്ടിലും പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ കുടുംബം താമസിച്ചിരുന്ന വീട്ടിലും ഇഡി സംഘമെത്തി. ഉടൻ ചെന്നൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ ദുൽഖറിന്റെ വീഡിയോ വൈറലാവുകയാണ്. മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിക്കാതെ പോകുന്ന ദൃശ്യങ്ങളാണ്. പൃഥ്വിരാജിന്റെ വീട്ടിലും ഇഡി സംഘം കയറിയിറങ്ങിയിട്ടുണ്ട്. നടന്മാരുടെ കൈവശമുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതായിട്ടാണ് സൂചന. പ്രഥമ ദൃഷ്ടിയാൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ഇഡി റെയ്ഡ് നടക്കുന്നത്. രാജ്യത്തിന് പുറത്തു വെച്ച് ഹവാല ഇനത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ദുൽഖറിന് കഷ്ടകാലമാണോ അതോ നല്ല കാലമാണോ? ഒരു വശത്ത് ലോക കോടികൾ വാരുമ്പോൾ മറുവശത്ത് ഇങ്ങനെ ഓരോ എട്ടിന്റെ പണി വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്തിനായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു റെയ്ഡ്? ദുൽഖറിനെയും പൃഥ്വിരാജിനെയും മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.